ഹലോ എവരിവൺ, നമുക്കിന്ന് ടെക്സ്റ്റ് ബുക്കിലെ 157 പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൽ മൂന്നാമത്തെ എന്താണ്? ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിനകത്ത് എന്തുണ്ട്? ഇതാ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഇവിടെ 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇത് 1.5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ കാണും? അപ്പോൾ നമുക്ക് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കാണാൻ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് എന്താണ്? പൈ ഇൻറ്റു ഡി, അതായത് പൈ ഇൻറ്റു ഡയമീറ്റർ എന്നുള്ളൊരു ഇക്വേഷനുണ്ട്. 2πr എന്നുള്ളൊരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് കാണാനാണ്? ചുറ്റളവ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണാനും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നിൽ നമുക്ക് ഡയമീറ്റർ അറിയണം, അല്ലെങ്കിൽ നമുക്ക് റേഡിയസ് അറിയണം. വ്യാസമോ ആരോ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റുള്ളൂ വൃത്തത്തിൻ്റെ. ഇവിടെ ഇത് രണ്ടും നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മൾ ഈ അകത്തിരിക്കുന്നതിൻ്റെ ഷേപ്പ്. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഷേപ്പ് ഇത് എന്ത് ഷേപ്പാണ്? ഇത് ഒരു ചതുരമാണ് അല്ലേ? അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയും. എല്ലാ സൈഡും ഒരേ ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ലെങ്ത് ആണെങ്കിൽ, ഇവിടെ എല്ലാം 2 അല്ലെങ്കിൽ എല്ലാം ഈക്വൽ ലെങ്ത് ആണ്, നമുക്കതിനെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ ഈ ഡിസ്റ്റൻസും ഇത് 2ഉം ഇത് 1.5 ആണ്. അപ്പോൾ രണ്ടും എന്താണ്? ഒന്നല്ല. അപ്പോൾ ഇതൊരു ചതുരാണ്. ഇനി ഈ ചതുരത്ത് വെച്ചിട്ട് ഈ ചതുരത്തിന് നമുക്ക് രണ്ട് വികരണങ്ങൾ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ വികരണം അല്ലെങ്കിൽ എന്താ പറയാ, ഡയഗണൽ. ഇതാ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പോൾ സെന്ററിലൂടെ പോണ ഈ ചതുരത്തിന്റെ അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ ഈ വികരണം അല്ലെങ്കിൽ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ എന്തായിട്ട് മാറിയത്? അത് അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് അല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിന്റെ ഈ ഡയഗണൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡയമീറ്റർ കിട്ടി. അപ്പോൾ ഡയമീറ്റർ കാണണം, നമുക്ക് ഈ ഡയഗണൽ കാണണം. അപ്പോൾ ഡയഗണൽ കാണാൻ വേണ്ടി നമ്മളിതാ ഈ ഒരു സ്ക്വയറിനെ മാത്രം നമ്മൾ എടുക്കുകയാണേ. ഈ സ്ക്വയറിനെ നോക്കുമ്പോൾ എന്താണ് സ്ക്വയറിന്റെ പ്രത്യേകത? ഇവിടെ ഒരു സ്ക്വയർ അല്ല, ഈ ഈ ത്രികോണത്തിന് നമ്മൾ ഈ ത്രികോണത്തിന് മാത്രമേ നമ്മൾ നോക്കണേ. ആ ത്രികോണം മാത്രം ഞാൻ ഇപ്പുറത്തേക്ക് വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചു തരാം. ഇങ്ങനെയാണ് ത്രികോണം ഉള്ളത്. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ? ഇവിടെ 2 തന്നിട്ടുണ്ട്, 2 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 1.5 ആയതുകൊണ്ട് ഈ സൈഡും എന്തായിരിക്കും? 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഏതൊരു ചതുരമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സമചതുരം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എപ്പോഴും ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളൊക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ത്രികോണം എന്ത് ത്രികോണമായി? ഈ ത്രികോണം മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറി. മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കറിയാം മട്ടത്രികോണത്തിന് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് നമ്മളൊരു തിയറം യൂസ് ചെയ്യും. എന്താണ്? നമ്മളെ പൈതഗോറസ് തിയറം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാണാനാണ് പൈതഗോറസ് തിയറം യൂസ് ചെയ്യണത്? ഈ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ സൈഡും മാറുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും. ഈ സൈഡിന് എന്താ പറയുക? നമ്മൾ ഹൈപ്പോട്ടന്യൂസ്. ഈ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് നമ്മൾ എന്ത് പറയും? ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. ഈ കർണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, ഈ സൈഡിന്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിന്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കർണത്തിന്റെ സ്ക്വയർ കിട്ടും. അതാണ് നമ്മളെ പൈതഗോറസ് തിയറം വെച്ച് പറയണത്. അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടിയാൽ എന്താണ്? നമുക്ക് ഡയമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് പിന്നെ ഡയമീറ്റർ കിട്ടാത്ത ഈക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചുറ്റളവ് കാണാൻ പറ്റും. അപ്പൊ നമുക്കിതാ എന്താണ് പൈതഗോറസ് തിയറം വെച്ചിട്ട്? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ്
പാദം സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാദം, ഇതാണ് ലംബം, അല്ലെങ്കിൽ ഇതാണ് ബേസ്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ ഹൈപ്പോട്ടനീസ് എന്ന് പറയാല് ഈ ഒരു ട്രയാങ്കിൾ ഹൈപ്പോട്ടനീസ് ഇവിടുത്തെ ഡയമീറ്റർ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ടനീസ് പകരം നമുക്ക് ഡയമീറ്റർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ നമ്മളിവിടെ ഡയമീറ്റർ എന്നാണ് എഴുതണത്. ഡയമീറ്ററിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ബേസിന്റെ സ്ക്വയർ, ബേസ് എത്രയാണ് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് ഈ സൈഡ് എത്രയാണ് 1.5 ആണ്. അപ്പോൾ 1.5 സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഡയമീറ്റർ നമുക്ക് ഡി എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, എങ്ങനെ കിട്ടും, ഡി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് പ്ലസ് 1.5 സ്ക്വയർ കാണണം. അപ്പോൾ 1.5 ഇൻറ്റു 1.5 ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം, 1.5 ഇൻറ്റു 1.5, 5 ഇൻറ്റു 5 25, 2 1 ഇൻറ്റു 5 5 പ്ലസ് 2 7 5 225 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിന്റിന് ശേഷം എത്ര നമ്പർ വരണം, ഇവിടുത്തെ ഒന്നും കൂടിയിട്ട് 2 നമ്പർ പോയിന്റിന് ശേഷം നമ്മൾ ഇടണം. അപ്പോൾ ഇവിടെ ഇവിടെ ഇട്ടാൽ 2.25 എന്നായാൽ പോയിന്റിന് ശേഷം 2 നമ്പറായി. അപ്പോൾ 2ന്റെ സ്ക്വയർ 2 ഇൻറ്റു 2 ആണ്, 2 സ്ക്വയർ ആണ് 4 ആണ്. പിന്നെ 1.5ന്റെ സ്ക്വയർ എത്ര കിട്ടി, 2.25 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, 4ഉം 2.25 കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, 2.25 പ്ലസ് 4, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 0 ഇട്ട് കൊടുത്തു, 5 2 6 6.25 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് 6.25 ഇവിടെ കിട്ടിയത്, ഡി സ്ക്വയർ ഈക്വൽ ടു 6.25 എന്ന് കിട്ടി. നമുക്ക് ഡയമീറ്റർ ആയോ, ഇല്ല. ഇപ്പൊ ഡയമീറ്ററിന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പൊ ഡയമീറ്റർ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം, ഡി ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ സ്ക്വയർ റൂട്ട് എടുക്കണം, 6.25 എന്ന് കിട്ടി. അപ്പോൾ ഡി ഈക്വൽ ടു 6.25 ആണ് നമുക്ക് കിട്ടിയത്. സ്ക്വയർ റൂട്ട് ഓഫ് 6.25 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ക്വയർ റൂട്ട് കാണണം. അതെങ്ങനെ കാണാം, സ്ക്വയർ റൂട്ട് കാണാൻ ഒരു വഴിയുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6.25 എന്ന് കിട്ടി. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ ഈ പോയിന്റ് ഒഴിവാക്കി ഇവിടെ എന്തായി, 6.25 പോയിന്റ് ഒഴിവാക്കിയാൽ 625 വരും അല്ലേ. ഈ 625 നമ്മൾ എന്താണ് ഫാക്ടറൈസ് ചെയ്യാണ്, നമ്മൾ നോക്കിക്കോ, ഇങ്ങനെ നോക്കാം. നമ്മൾ ഇങ്ങനെ ഇട്ടു, ഇത് ഇവിടെ 5 ആണ് അല്ലേ, 5. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, 5ന്റെ ടേബിളിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഒരു ശിഷ്ടവും അല്ലെങ്കിൽ റിമൈൻഡർ ഒന്നും വരാതെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ 5 ഇടാണേ. എന്നിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ കഴിയുന്നവർക്ക് ഇവിടെ തന്നെ ചെയ്യാം. 1 × 5 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഡിവിഷൻ ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതിയിട്ട് പുറത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാം, 625 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, 1 × 5 5 മൈനസ് ഇത് 1 2 താഴേക്കുന്നു 12 5 2 × 5 10 2 1 ഈ 5 താഴേക്കുന്നു 25 5 × 5 25. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ആൻസർ 125 കിട്ടി. അപ്പോൾ നമ്മൾ 125 ഇവിടെ ഇട്ടു. ഇനി വീണ്ടും ഇതെന്താണ്, ഇത് വീണ്ടും ഇവിടെ 5 വന്നതുകൊണ്ട് 5 കൊണ്ട് വീണ്ടും നമുക്ക് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ 5 ഇട്ട്, അപ്പം നമുക്ക് ചെയ്യാം 125 ഡിവൈഡ് ബൈ 5 ചെയ്യാം. 125 ഹരണം 5. അപ്പം എന്നാൽ 12 2 × 5 10 2 ഈ 5 താഴേക്ക് വന്ന് 25 5 × 5. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 25 കിട്ടി. അപ്പോൾ ഈ 25 നമ്മളിവിടെ ഇട്ടു. വീണ്ടും 25 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് വീണ്ടും ഇവിടെ 5 ഇടാം. 5 × 5 ആണ് 25 അല്ലേ. ഇനി 5 നമുക്ക് എന്താ 5ന്റെ ടേബിൾ 5 ടൈംസ് ആണ്, 1 ടൈംസ് ആണ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നുകൂടെ എഴുതാം. ഇത്ര, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 4 5s കിട്ടി അല്ലേ, 4 5കൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, 6.25 നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ എന്താ കിട്ടിക്കുന്നത്, ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6.25 കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് കിട്ടി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 നമുക്ക് കിട്ടിയത് എങ്ങനെ കിട്ടിയത്, സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഇവിടെ എത്ര 1 2 3 4 5 1 2 3 4 5s ഉണ്ട്. ഇങ്ങനെ എഴുതി. ഇത് നമ്മൾ ചെയ്യുന്നത് 6.25 വെച്ചിട്ടാട്ടോ, 6 ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സ്ക്വയർ റൂട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത്
അപ്പോൾ ഇങ്ങനെയാണ് വന്ന് വിചാരിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? 2 ആണ്. അത് സ്ക്വയറാണ് ഒഴിവാക്കാം. രണ്ടെണ്ണം സെയിം നമ്പർ സ്ക്വയറിൻ്റെ അകത്ത് വന്നാൽ നമുക്ക് സ്ക്വയർ ഒഴിവാക്കിയിട്ട് അത് ഒരു നമ്പറിന് മാത്രം പുറത്തെടുക്കാം. ഇനി ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 4 × 4 എന്ന് പറഞ്ഞാൽ ഇതെന്തിൻ്റെ ആൻസർ എന്താണ്? 4 ആണ്. അപ്പോൾ രണ്ട് പെയർ വേണം, ജോഡിയായിട്ട് വരണം. അപ്പോൾ ഇവിടെ നോക്കി എത്ര ജോഡിയുണ്ട്? ഈ 5 × 5 റൂട്ടിൻ്റെ ഉള്ളിലാണ് 5 × 5 എന്ന് പറഞ്ഞാൽ ഒരു 5 പുറത്തെടുത്തു. ഇനി ഈ 5 × 5 ഉള്ളിൽ നിന്ന് ഒരു 5 പുറത്തെടുത്തു. അപ്പോൾ 5 × 5 എത്രയാണ്? 25. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ അറിയോ? സ്ക്വയർ റൂട്ട് ഓഫ് 6 to 5 = 25 കിട്ടി. ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യണത്? ഇതുകൊണ്ട് മീൻ ചെയ്യണത് സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ 625 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 25 ആണ് 625. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ 25 × 25. നമുക്ക് പക്ഷേ 625 അല്ല കണ്ടത്. നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ 6.25 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആൻസറിൽ പോയിന്റിന് ശേഷം ഒരു നമ്പറേ പറ്റുള്ളൂ. കാരണം ഇത് സ്ക്വയർ റൂട്ടാണ്, നമ്മൾ ഡിവിഷൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരുന്നോ? സ്ക്വയർ റൂട്ട് ഓഫ് 6.25 = 2.5 വരും. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 2.5നെ 2 തവണ ഇൻറ്റു ചെയ്താൽ നമുക്ക് 6.25 കിട്ടും. 2.5 × 2.5 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 6.25 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് എന്താ കിട്ടി? 2.5 എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിക്കുന്നത്? നമ്മളെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ നമുക്ക് കിട്ടി. ഡയമീറ്റർ കിട്ടിയ എത്രയാണ്? 2.5 കിട്ടി. 2.5 നമുക്ക് ഡയമീറ്റർ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തൂടെ? ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് = πd. പൈ ഇൻറ്റു ഡി ആണ്. അപ്പോൾ പൈ അതുപോലെ എഴുതാം. ഇൻറ്റു ഡി നമുക്ക് എത്ര കിട്ടിയത്? 2.5 ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്ര കിട്ടി? 2.5 പൈ സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. നമ്മൾ അതിൻ്റെ അകത്ത് ആ റെക്റ്റാങ്കിൾ എടുത്തു. അത് റെക്റ്റാങ്കിൾ നമ്മളൊരു ഡയഗണൽ അല്ലെങ്കിൽ വികരണം വരച്ചു. എന്നിട്ട് നമ്മളൊരു മട്ടത്രികോണാക്കി എടുത്തു. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹൈപ്പോടെനീസ് അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 157 പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർക്കിൾ എ കോഡ് 4 centimeter away from the center is 6 centimeters long. What is the circumference of the circle? അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിള്, അതിന് ഒരു കോഡ് ഉണ്ട്. കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തത്തിന്റെ കേന്ദ്രം സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? 4 സെന്റിമീറ്റർ അകലത്തിൽ ഒരു ഞാണ് വരയ്ക്കുകയാണ്. ആ ഞാണിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് വെച്ചിട്ട് നമുക്ക് വരച്ചു നോക്കാം. ആദ്യം എന്തുണ്ട്? നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കണം. ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ് മാർക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? ഈ സെന്ററിൽ നിന്നും 4 സെന്റിമീറ്റർ അകലെ ഒരു ഞാണുണ്ട്. ഞാണെന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് അല്ലെങ്കിൽ ഞാണ്. ഇതെന്താണ്? ഇതൊരു ഞാണാണ്. നമുക്ക് ഈ സെന്ററിലൂടെ പോവാത്ത ഈ സൈഡും വൃത്തത്തിലെ 2 പോയിന്റ്സിനെ ടച്ച് ചെയ്യുന്ന ഇപ്പം നമ്മൾ വരയ്ക്കുകയാണ്. ഇതൊരു ഞാണാണ്, അല്ലെങ്കിൽ ഇതൊരു ഞാണാണ്. ഇങ്ങനെ ഞാണ് വരയ്ക്കുക. ഈ സെന്ററിലൂടെ ടച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ സർക്കിളിന്റെ 2 പോയിന്റിൽ നമുക്ക് ടച്ച് ചെയ്യണം. ഇതൊരു ഞാണാണ്, ഇങ്ങനെ ഞാണ് വരയ്ക്കുക. ഇങ്ങനെയാണ് ഞാണ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഞാണ് വരച്ചു. ഈ ഞാണിന്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഈ സെന്ററിൽ നിന്നും ഞാനിലോട്ടുള്ള ലെങ്ത് 4 സെന്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ചുറ്റളവ് കാണണം. അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒന്നല്ലെങ്കിൽ πd എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 2πr എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ അറിയണം, അല്ലെങ്കിൽ റേഡിയസ് അറിയണം. വ്യാസോ ആരോ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സർക്കിളിന്റെ ചുറ്റളവ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വ്യാസം തന്നിട്ടുണ്ടോ? ഇല്ല. ആരം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ലൈൻ കണ്ടോ? ഇത് ഈ താഴേക്ക് വരയ്ക്കണ ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യും. അതുപോലെ പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ ബൈസെക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, അടുത്ത ലൈൻ ഇങ്ങനെ വരയ്ക്കണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
എത്രയായിരിക്കും? 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയാം. അതുപോലെ ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ്. ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ, ലംബമായിട്ടാണ്, അത് 90 ഡിഗ്രിക്ക്. ഇനി ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഇതിനെ ഈക്വലി കട്ട് ചെയ്യും. 6ന്റെ പകുതി എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. ഒരു ലൈന് അതിനെ ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു 8 സെന്റിമീറ്റർ ലൈനാന്ന് വിചാരിക്കാം. ഇതിനെ ബൈസെക്ട് ചെയ്യാൻ ഇവിടെയും 4 ആവും, ഇവിടെയും 4 ആവും. ഇതാണ് ബൈസെക്ട് ചെയ്യാൻ പറഞ്ഞാൽ. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ലൈന് ഈ കോഡിനെ അല്ലെങ്കിൽ ഈ ഞാണിനെ എന്ത് ചെയ്യുന്നുണ്ട്? പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് കാണാം നോക്കൊന്നില്ലെങ്കിൽ റേഡിയസ് കാണണം, അല്ലെങ്കിൽ ഡയമീറ്റർ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് എന്തായിരിക്കും? ഈ സർക്കിളിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് അല്ലേ? ഇത് സെന്ററിൽ നിന്നും ഇങ്ങോട്ട് ഇവിടേക്ക് സെന്ററിൽ നിന്ന് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇത് ഇവിടെ ഏത് സൈഡിലേക്ക് വരച്ചാലും ഇതൊക്കെ എന്താണ്? അതൊക്കെ അതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ സെന്ററിൽ നമ്മൾ ഇങ്ങോട്ട് വരച്ചത് ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കാണണം. ഇത് കാണില്ല, ഞാൻ അകത്തുള്ള ഈ ചെറിയൊരു ട്രയാങ്കിൾ നമ്മൾ മൈൻഡ് ആക്കാം, അതിനെ മാത്രം നോക്കുക. അതായത് ഈ ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ നോക്കുന്നത്. ആ ട്രയാങ്കിളിനെ മാത്രം ഞാനിതാ പുറത്തേക്ക് എടുത്ത് വരയ്ക്കുകയാണേ. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 3 സെന്റിമീറ്റർ ആണ്, ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇങ്ങനെ കാണുമ്പോഴേ നമുക്കറിയാതെ എന്താണ് ഇത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണാണ്. മട്ടത്രികോണം അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിളാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കണ്ടാൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട തിയറമാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറമാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പൈതഗോറസ് തിയറം തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ? പൈതഗോറസ് തിയറത്തില് എന്താ പറയുക? ഇതിന്റെ സ്ക്വയർ ഈക്വൽ ടു ഈ സൈഡിന്റെ സ്ക്വയർ ഈക്വൽ ടു ഈ സൈഡിന്റെ സ്ക്വയർ. അതായത് നമുക്ക് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈക്വൽ ടു ഈ സ്ക്വയർ ഇതെന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഈ സൈഡ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മളെ തൊട്ട് മുന്നിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈപ്പോട്ടനീസിന് കാരണം പാദം ലംബമാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈപ്പോട്ടനീസ് ആണ് ഇവിടുത്തെ. ഇത് എന്താണ്? ഇവിടെ റേഡിയസ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സൈഡ് ഈ സൈഡ് എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടനീസ് ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം റേഡിയസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് എത്രയാണ്? ഇവിടെ 3 ആണ്. 3 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 4 സ്ക്വയർ ആണ്. അപ്പോൾ r സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പല കുട്ടികളും 3 സ്ക്വയർ എന്നുള്ളത് 6 എഴുതണ കണ്ടിട്ടുണ്ട്. 6 അല്ല എഴുതാൻ, എന്താണ്? 3 into 3 ആണ്. 3 into 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 4 ആണ്, 16 ആണ്. ഇനി r സ്ക്വയർ ഈ രണ്ടും കൂടെ 16 9 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പോൾ ഇപ്പൊ r സ്ക്വയർ ആണ്, നിങ്ങൾ 6 കാണണം. r ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25. അപ്പോൾ ഏത് നമ്പറിനെയാണ് ഇങ്ങനെ സ്ക്വയർ റൂട്ട്, ചെറിയ നമ്പർക്ക് സ്ക്വയർ റൂട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ്. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നതാണ് സ്ക്വയർ റൂട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 പറഞ്ഞാൽ 2 into 2 ആണ് 4 അല്ലേ? അതുപോലെ 3 into 3 9 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുപോലെ 4 into 4 16. അതുപോലെ 5 into 5 25. അതങ്ങനെ 6 into 6 36. അതൊക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് ഒരേ നമ്പറിനെ ഇതിനെക്കൊണ്ട് ഇൻറ്റു ചെയ്യണം. സെയിം നമ്പറിനെ 2 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടണം. അതേതാണ്? 5 into 5 അല്ലെ 25. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടി? റേഡിയസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. റേഡിയസ് 5 എന്ന് കിട്ടിയാൽ നമുക്ക് ഇക്വേഷൻ ഇട്ടൂടെ എന്താണ്? c ഈക്വൽ ടു 2πr ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 2 into π into r എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ 2 into 5 ഈക്വൽ ടു 10 പൈ സെന്റിമീറ്റർ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. 10 പൈ സെന്റിമീറ്റർ. മനസ്സിലായോ എങ്ങനെ ചെയ്യാന്ന്? അതെന്ത് ചെയ്തു നമ്മൾ? ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിനെന്ത്? പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അപ്പം നമുക്ക് നമ്മളിവിടെ ലൈൻ വരച്ചു, നമുക്ക് എന്താ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയിട്ട് പൈതഗോറസ് തിയറം. അപ്പോൾ എപ്പോഴും 90 ഡിഗ്രി ആണെന്ന് കണ്ടാൽ പൈതഗോറസ് തിയറം മനസ്സിലേക്ക് ഓർമ്മ വരണം. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.